നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി പത്മകുമാറിൽ എത്തി നിൽക്കുന്നു അറസ്റ്റ് പരമ്പര. ആരാണ് കൊള്ള നടത്തിയതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാരും CPM നൽകുന്ന ഉത്തരങ്ങൾ അങ്ങേയറ്റം തമാശ കലർന്നതാണ്. കുറ്റാരോപിതരല്ല, കുറ്റക്കാരെന്ന് കോടതി പറയട്ടെ, അപ്പോൾ നോക്കാം എന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾ നിരത്തുന്ന നേതാക്കളെ കണ്ട് കാണ്ടാമൃഗങ്ങൾ പോലും തലകുനിക്കും. ദേവസ്വം ഭരണത്തിനായി CPM നിയോഗിച്ച പാർട്ടി നേതാക്കൾ തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്നും കൊള്ള നടത്തിയെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടും CPMനും സർക്കാരിനും ഒരു ഭാവ വ്യത്യാസവുമില്ല. പകരം നിരത്തുന്നതോ നല്ല ഒന്നാന്തരം ന്യായീകരണ ക്യാപ്സ്യൂളുകൾ. ഭക്തിയുടെ വിശ്വാസത്തിൽ ആരാധനാമൂർത്തിക്ക് സമർപ്പിക്കുന്ന കാണിക്കയാണ് ശബരിമലയിലെ ഓരോ തരി സ്വർണവും. ആ മൂല്യത്തെയും വിശ്വാസത്തെയും മാനിക്കാതെ പുല്ലുവില കൽപ്പിച്ചാണ് ശബരിമലയിലെ സ്വർണം ഒരു കൊള്ള സംഘം കൊള്ളയടിച്ചത്. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് CPM നേതാക്കളാണ്, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരാണ്. എന്നിട്ടും ഈ കുർബാ സംഘത്തെ ചേർത്തു പിടിക്കുന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും കരുതൽ അപാരം തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയിൽ CPMനെ പ്രതിയാക്കിയ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുവാൻ CPM നേതൃത്വം ഭയപ്പെടുകയാണ്. പത്മവ്യൂഹം ഭേദിക്കുവാൻ CPM നേതൃത്വം കാട്ടുന്ന ഈ ഭയപ്പാട് സംബന്ധിച്ച് പാർട്ടിയിൽ തന്നെ വലിയ ആശങ്കകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പമൊക്കെ തന്നെ ഉയരുന്നു. പാർട്ടി അണികൾക്ക് ഇടയിൽ പോലും ഇത് വലിയ ചർച്ചയായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. നേരത്തെ ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോപണ വിധേയനെതിരെ പാർട്ടി ഒന്നുകിൽ നടപടിയെടുക്കും, അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം പാർട്ടി തീരുമാനമെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇക്കാര്യത്തിൽ പത്മകുമാറിന്റെ കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള നടപടിയും പാർട്ടി എടുക്കുവാൻ വൈമുഖ്യം കാട്ടുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ തന്നെ ചേർന്ന് വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്തിട്ട് പോലും അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നതിൽ CPMന് നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് CPMന് ഉണ്ടായത്. ഇന്ന് പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നു. പക്ഷെ അവിടെ ഒരക്ഷരം പോലും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും പത്മകുമാറിനെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ, അത്തരത്തിൽ ഒരു നീക്കം പാർട്ടി നടത്തുകയാണെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്കെത്തുന്ന പത്മകുമാർ കൂടുതൽ അപകടകാരിയായി മാറും എന്നുള്ള തിരിച്ചറിവാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. നേരത്തെ തന്നെ ഈ പത്മകുമാർ പല വിഷയങ്ങളിലും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന ഒട്ടനവധി നിലപാടുകൾ പല ഘട്ടങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ ഈ പാർട്ടി നടപടിയെടുത്ത് പുറത്താവുന്ന പത്മകുമാർ കൂടുതൽ അപകടകാരിയാകും. അത് സർക്കാരിലെയും അതുപോലെ തന്നെ പാർട്ടിയിലെയും ഉന്നതരിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലുള്ള വെളിപ്പെടുത്തലുകൾ, മൊഴികളൊക്കെ തന്നെ പത്മകുമാർ നൽകും എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഭയപ്പാടാണ് CPMനെ ഇക്കാര്യത്തിൽ പിന്നോട്ടടിപ്പിക്കുന്നത്. പത്മകുമാർ ഏതായാലും അപകടകാരിയായി മാറുകയാണെങ്കിൽ അത് വിവിധ വിഷയങ്ങളിൽ പാർട്ടിക്ക് വലിയ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ പിന്നീട് കൊണ്ടെത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. പത്മകുമാർ നേരത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉണ്ടായത്. ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ പാർട്ടിയെ ഏറെ സഹായിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന നിലപാടുകൾ എടുത്തിരുന്നത് പത്മകുമാറാണ്. ആ കാലഘട്ടത്തിലുണ്ടായ ഒട്ടനവധി വിവാദ സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ പിന്നാമ്പുറ കഥകൾ അടക്കം പത്മകുമാർ വെളിപ്പെടുത്തും. അതൊക്കെ തന്നെ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലെത്തിക്കും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പാർട്ടിയെ പിന്നോട്ടടിപ്പിക്കുന്നത്. ഏതായാലും CPMന്റെയും അതുപോലെ തന്നെ സർക്കാരിലെയും ഉന്നതർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ പങ്കാളിത്തമുണ്ട്. ആ ഒരു ഭയപ്പാട് തന്നെയാണ് പാർട്ടിയെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇത്തരം പത്മകുമാറിനെതിരെ ഒരു നിലപാട് എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും പാർട്ടി അണികൾക്കിടയിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുത്തിയ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത CPM നേതൃത്വത്തിന്റെ നിലപാടിൽ വലിയ അമർഷം തന്നെ പുകയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. A. പത്മകുമാർ, N. വാസു ഇവരൊക്കെ CPMന്റെ തലതൊട്ടപ്പന്മാരാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയത് ഈ തലതൊട്ടപ്പന്മാരാണെന്ന് CPM ഭരണത്തിന്റെ തന്നെ ഭാഗമായ
അന്വേഷണ സംഘം ആരോപിക്കുമ്പോഴും പാർട്ടിക്കും സർക്കാരിനും എന്തു പങ്ക് എന്ന ചോദ്യമാണ് ശേഷിക്കുന്നത്. ഞങ്ങളുടെ കൈകൾ പാൽ പോലെ ശുദ്ധമാണ്, അതുകൊണ്ട് പേടിയില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നത്. ഈ ഞങ്ങളാണ് യഥാർത്ഥ പ്രശ്നം. പാർട്ടിയാണ് ആ ഞങ്ങളെങ്കിൽ പത്മകുമാറും വാസുവും ആ ഞങ്ങളിൽ പെടില്ലേ? അതായത് ആ പാർട്ടിയിൽ പെടില്ലേ എന്നതാണ് ചോദ്യം. ഈ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുന്ന സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ഒഴിഞ്ഞു മാറുന്നത്? വ്യക്തമായ തെളിവോടെയാണ് മുൻപ് ചില കേസിലും അറസ്റ്റ് ഉണ്ടായതെങ്കിൽ ഇവിടെ അത്തരമൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് പാർട്ടിയുടെ നിലവിലത്തെ നിലപാട്. എങ്കിലും പത്മകുമാറിനെതിരെ പാർട്ടിതല അന്വേഷണത്തെക്കുറിച്ച് പോലും പറയാത്തതാണ് പലരും സംശയത്തോടെ നോക്കിക്കാണുന്നത്. പത്മകുമാറിനെ പ്രകോപിപ്പിച്ച് കടകംപള്ളിക്കെതിരെ ഇറക്കരുതെന്ന വികാരം നേതൃത്വത്തിൽ ചിലർക്കുണ്ട് എന്ന സംശയം ബലപ്പെടുന്നതും ഇവിടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ ഈ ഘോഷയാത്രാ പരമ്പര മുഖ്യമന്ത്രി പിണറായി വിജയനിൽ എത്തുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ആദ്യ പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന EP ജയരാജനെതിരെ ബന്ധുനിയമന വിവാദം പുറത്തുവന്നു. ഒരന്വേഷണത്തിനും കാക്കാതെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. AK ശശീന്ദ്രനെതിരെ ഒരു ചാനൽ പുറത്തുവിട്ട വാർത്തയിലും നടപടി ഈ വിധമായിരുന്നു. ഇതിനേക്കാളെല്ലാം സർക്കാരിനും പാർട്ടിക്കും അവമതിപ്പുണ്ടാക്കുന്ന, ബാധ്യതയാകുന്ന, വിവാദമുണ്ടാക്കി വെച്ചിരിക്കുന്ന അത്രയൊന്നും തലപ്പൊക്കമില്ലാത്ത നേതാവിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നതിന്റെ കാരണം എന്താണ്? സ്വർണ്ണക്കൊള്ള തന്നെയാണ് വിഷയം. സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ പ്രിയപ്പെട്ടവർ ചോദ്യനിഴലിലായിട്ടും ചോദ്യമുനകൾ നീണ്ടിട്ടും എന്തുകൊണ്ടാണ് പത്മകുമാറിനെ തള്ളാനോ കൊള്ളാനോ CPM തയ്യാറാകാത്തത്? CPMന് CPM നേതൃത്വത്തിന് ഭയക്കാൻ ഏറെയുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മാനം രക്ഷിക്കണമെന്ന ഉദ്ദേശം പോലും പാർട്ടിക്കില്ലേ എന്ന ആശങ്കയാണ് CPMൽ പല കോണിൽ നിന്നും ഉയരുന്നത്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ ന്യായീകരിക്കാൻ പാർട്ടി നടത്തുന്ന ശ്രമം പാർട്ടി അനുയായികൾക്കിടയിൽ പോലും സംശയത്തിനിടയാക്കുകയാണ്. രജിസ്റ്ററിൽ ചെമ്പെന്ന പത്മകുമാർ തന്റെ കൈപ്പടയിൽ തിരുത്തിയെഴുതിയെന്നാണ് അദ്ദേഹത്തിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരാമർശിച്ചിരിക്കുന്നത്. ശബരിമലയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്ന പത്മകുമാർ അങ്ങനെ ചെയ്തെങ്കിൽ തട്ടിപ്പെന്നല്ലാതെ മറ്റൊരു സംശയത്തിന്റെയും ആനുകൂല്യം പോലും നൽകാനാവില്ല. അതുകൊണ്ട് തന്നെ ന്യായീകരിക്കാൻ CPM വല്ലാതെ ബുദ്ധിമുട്ടും. ഇതിനൊക്കെ കാരണം ഭരണപരമായ വീഴ്ച മാത്രമാണെന്ന വ്യാഖ്യാനവുമായി P ജയരാജനും EP ജയരാജനും രംഗത്ത് വന്നെങ്കിലും ഒരു ഫലവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന ചരിത്രമാണ് പൊതുവിൽ CPMനുള്ളത്. ഒന്നുകിൽ ആരോപണ വിധേയനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ പാർട്ടി തല പരിശോധനയ്ക്ക് അന്വേഷണ കമ്മീഷനെ വെക്കുകയോ ആണ് പതിവ്. അറസ്റ്റിലായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഇതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത്. പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞാണ് ന്യായീകരിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഒരു കുറ്റപറ്റിയില്ല. പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ്. ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടാ. അത് മുഴുവൻ തിരിച്ചു പിടിക്കണം. ആരാണോ കുറ്റക്കാര് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ശിക്ഷിക്കണം. ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല. ഈ കാര്യം അങ്ങനെ പ്രസ്താവനയുണ്ടാകും. മനസ്സിലായോ? കൃത്യമായിട്ട് ആലോചിക്കും. ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു.
പാർട്ടിയുടെ ഈ നിലപാട് പൊതുസമൂഹത്തിൽ സംശയത്തിന് ഇടവരുത്തുമെന്ന ആശങ്ക സാധാരണ അണികളും നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. പത്മകുമാറിനെ പലപ്പോഴും വഴിവിട്ട് സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന സമയത്ത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ട് പോലും മൃദു സമീപനമാണ് പത്മകുമാറിനെതിരെ പാർട്ടി സ്വീകരിച്ചത്. വിജയകരമായി സംസ്ഥാന സമ്മേളനം അവസാനിച്ച് പലരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ സമയത്ത് പത്മകുമാർ നടത്തിയ പ്രതികരണം പാർട്ടി ശത്രുക്കൾക്ക് വല്ലാതെ ആക്രമിക്കാൻ വഴിയൊരുക്കിയതാണ്. എന്നിട്ടും ശക്തമായൊരു നടപടി കൈക്കൊള്ളാൻ പാർട്ടി തയ്യാറായില്ലെന്ന ആരോപണമാണ് CPM-ൽ നിന്നു തന്നെ ഉയരുന്നത്. അന്ന് തന്നെ നടപടിയെടുത്ത് അദ്ദേഹത്തെ പാഠം പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ പാർട്ടി എത്തില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയുമായിട്ടും നടപടിയെക്കുറിച്ച് ചിന്തിക്കാത്തത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പത്മകുമാറിനെ പ്രകോപിപ്പിച്ച് കടകംപള്ളിക്കെതിരെ ഇറക്കരുതെന്ന വികാരം നേതൃത്വത്തിൽ ചിലർക്കുണ്ട് എന്ന സംശയം ബലപ്പെടുന്നത് ഇവിടെയാണ്. പത്മകുമാറിനെ എന്തുകൊണ്ടാണ് CPM-ഉം പിണറായി വിജയൻ അടക്കമുള്ളവരും ഭയക്കുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി പത്മകുമാറിൽ എത്തി നിൽക്കുന്ന അന്വേഷണം ഇനി ഉന്നതരിലേക്ക് നീളുമോ എന്ന ഭയം നല്ലതുപോലെ CPM-നും നേതാക്കൾക്കുമുണ്ട്. ആ ഭയം തന്നെയാണ് മറ്റാർക്കും നൽകാത്ത സംരക്ഷണം പത്മകുമാറിനിപ്പോൾ CPM ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അറിയാതെ സർക്കാർ അറിയാതെ നേതാക്കൾ മാത്രം വ്യക്തിപരമായി ഇടപെട്ട സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ എന്തിനാണ് ഈ പൊതിഞ്ഞു പിടിക്കൽ? കോടതികൾ റിമാൻഡ് റിപ്പോർട്ട് വിലയിരുത്തി ജയിലിലേക്ക് അയച്ച നേതാക്കളെ പേരിന് പോലും തള്ളിപ്പറയാൻ CPM നേതൃത്വം പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് ഉന്നതനായാലും പിടിക്കപ്പെടട്ടെ, ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് തൊട്ടടുത്ത വാചകത്തിൽ പിടിക്കപ്പെടുന്ന ഉന്നതന്മാർക്ക് ഈ പ്രതിരോധം തീർക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു നോവായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം മാറി കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മുൻകൈയിൽ നടത്തിയ അന്വേഷണം കൊണ്ട് മാത്രമാണ് രണ്ട് ദേവസ്വം മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലാവുകയും ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊടുത്തവരുടെ മൊഴികൾ തന്നെ പുറത്തു വന്നത് ശരിയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രഗത്ഭന്മാർ അകത്താകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 2019 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമല ശ്രീകോവിലിലെ സ്വർണം പോലും മോഷ്ടിക്കാൻ തക്ക ധൈര്യം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അവർക്ക് രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഈ മോഷണം നടത്താൻ പറ്റൂ? വിശ്വാസികളെ ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രശ്നം അതാണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല. മോഷണ കേസിലെ പ്രതികളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യണം പാർട്ടി CPM. അതായത് പേടിച്ചിട്ടാണ്. അവർക്കെതിരായി നടപടിയെടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നതാണ്. ആദ്യം ഇവര് പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്താണെന്നാണ്. അന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ എന്താ? ഏതോ ഒരു പോറ്റി ചെയ്തതല്ല, CPM നേതൃത്വത്തിന്, ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്, മന്ത്രിമാർക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാ പ്രതിപക്ഷം പറഞ്ഞു. പിന്നെ കോടതി പറഞ്ഞല്ലോ, ഇത് അറിഞ്ഞിട്ട് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്താ ചെയ്ത്? അത് ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കക്കാൻ ഇറങ്ങിയതല്ലേ? വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെടുത്ത് കൊടുത്തുകൊണ്ട് ഇല്ലേ? അതല്ലേ കോടതി ചോദിച്ചത്? വ്യാജ ചെമ്പുമാല ഉണ്ടാക്കി ഒറിജിനൽ കൊണ്ട കോടീശ്വരന് വിറ്റു. ഞാൻ
ഇത് ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിനെതിരായി എനിക്ക് കേസ് കൊടുത്തു. ഇപ്പൊ എന്തായി സ്ഥിതി? ഇപ്പൊ മൊഴിയുണ്ടോ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട്? കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഞങ്ങളുടെ തെളിവുകളുണ്ടല്ലോ, SITയുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അടക്കമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആളല്ലേ കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി. രാഷ്ട്രീയ നേതൃത്വത്തിന്, CPM നേതൃത്വത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. പത്മകുമാറിൽ മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല, അതിലും അതുക്ക് മേലെയുണ്ട്. കടകംപള്ളിയും വാസവനിലേക്ക് എത്തുന്നവരെ ഈ SITയുടെ അന്വേഷണം തൃപ്തികരമെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോ പോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കള്ളന്മാർ പുറത്തു വരാനിരിക്കും. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത്രയും സ്പീഡ് കാണുന്നില്ല. അപ്പൊ അത് തന്നെ അല്പം സംശയത്തിന്റെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഒന്നും പറയാത്തത്. പക്ഷെ എന്നാൽ അതിലേക്ക് എത്തിയില്ലെങ്കിൽ CBI തന്നെ അന്വേഷിക്കണം എന്നുള്ള ഞങ്ങളുടെ സ്റ്റാൻഡുമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. പത്മകുമാറിൽ അവസാനിപ്പിക്കാമെന്ന് SIT വിചാരിക്കണ്ട? ഒരിക്കലും വിചാരിക്കേണ്ട. പത്മകുമാർ ആദ്യം തന്നെ പാർട്ടി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടതാര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഇനി അധികമൊന്നും അലയേണ്ടതില്ല. കള്ളൻ കപ്പലിൽ തന്നെയെന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ശബരിമലയിൽ നിന്നും ഒരു നുള്ളു സ്വർണം പുറത്തുപോയിട്ടില്ല എന്ന സ്ഥിരം ക്യാപ്സ്യൂളുകൾ തൽക്കാലത്തേക്ക് ഇടത് സൈബർ പോരാളികൾക്ക് ഇനി വിഴുങ്ങാം. കാരണം ഇനിയും ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന വീരവാദം ഉയർത്തിയാൽ പൊതുജനത്തിന്റെ പ്രതികരണ ശക്തി ഇടതു സർക്കാർ നന്നേ അറിഞ്ഞേക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയ്യപ്പന്റെ സ്വർണം കട്ടതാര് എന്ന് കേരളം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വായ തുറക്കാത്ത സർക്കാരും CPMഉം വല്ലാതെ പെട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്ന കൊള്ളയെന്ന് വിലപിച്ച സർക്കാരിന്റെ വലം കൈകൾ ഒന്നൊന്നായി അറ്റുവീഴുന്ന കാഴ്ചകൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. വാസുവും പത്മകുമാറും മുരാരി ബാബുവും എല്ലാം ഇങ്ങനെ തല താഴ്ത്തി പിണറായി സർക്കാരിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒന്ന് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തലതൊട്ടപ്പൻ ആരാണ് എന്നത്. ശബരിമലയുടെ പേരിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും കോളിളക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെയും ചട്ടങ്ങളുടെയും ചുമതലക്കാർ ശബരിമലയിലെ അടിസ്ഥാന കാര്യങ്ങൾ സുതാര്യമായി വീഴ്ചയില്ലാതെ നടത്തുന്നുവെന്ന ഒരു വിശ്വാസം കേരളത്തിനുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ദ്വാരപാലക അറ്റകുറ്റപ്പണി വിവാദമാക്കിയെന്ന് ദേവസ്വം ബോർഡ് വാദിച്ച ശേഷം ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ്. അത് വിശ്വാസത്തിന്റെയും വിശ്വാസികളുടെയും മാത്രം പ്രശ്നവുമല്ല, ഭരണനിർവഹണത്തിന്റെ സുതാര്യതയുടെയും കാര്യക്ഷമതയുടെയും ചോദ്യം മാത്രമല്ല, വിശ്വാസ്യതയുടെ ഗുരുതരമായ പ്രശ്നമാണ്. ശബരിമലയിൽ ഇപ്പോഴുയർന്നിരിക്കുന്ന വിവാദങ്ങൾക്ക് സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറയണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് ശബരിമലയുമായുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ജന്മനാനുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബപരമാണ് ആ ബന്ധം. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള CPM നേതാവെന്ന നിലയിൽ പിന്നീടാണ് അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത്. ശ്രീകോവിലിലെ തങ്കപ്പാളികളെക്കുറിച്ച് മാത്രമല്ല, ശബരിമലയിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന ഉള്ളിലെ ആൾ തന്നെയായ അതേ പത്മകുമാർ ആണിപ്പോൾ അയ്യപ്പന്റെ സ്വർണം ഉരുക്കിവിറ്റ കേസിൽ പെട്ടിരിക്കുന്നത്. എന്ത് ന്യായീകരണം നിരത്തിയാലും പത്മകുമാർ അടിമുടി CPM ആണ്. 54 വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്ന കാലം മുതൽ അംഗം, കോന്നി മുൻ MLA, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ സെക്രട്ടറി, ചെറുപ്രായത്തിൽ തന്നെ പത്തനംതിട്ടയിലെ CPM മുഖം, VS പിണറായി വിഭാഗീയതയിൽ പിണറായിക്കൊപ്പം ഉറച്ചുനിന്നു. ഇപ്പോൾ ആ അടുപ്പമില്ലെങ്കിലും പാരമ്പര്യം ഇതാണ്. കോന്നിയിലും ആറന്മുളയിലും പരാജയപ്പെട്ട് ഒതുങ്ങിപ്പോയ പത്മകുമാറിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നതും പിണറായി തന്നെയായിരുന്നു. ദേവസ്വം ബോർഡ്
സ്വതന്ത്രമായ സംവിധാനമാണെന്നും ഒരു തീരുമാനത്തിലും മന്ത്രിക്കോ വകുപ്പിനോ പങ്കില്ലെന്നും പറഞ്ഞൊരു നേതാവ് CPM-നുണ്ട്. സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വാദം. BJP കോൺഗ്രസ് അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്തൽ നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ. അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊരു സംശയം. യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ അറിവോടെയല്ല, ഗവൺമെന്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നമ്മള് കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ. അവരിങ്ങനെ ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അനാവശ്യം പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളി അത് എവിടെയുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. ഏതോ ഒരു വലിയ സമ്പന്നനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഇതര സംസ്ഥാനത്തിലെ മറ്റേതോ സംസ്ഥാനത്തിലെ ഒരു വലിയ കോടീശ്വരന്റെ കയ്യിലുണ്ട്. ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം. ഞാന് അയാൾക്ക് എന്നെ അപമാനിച്ചതിൽ എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല, ഞാൻ അയാൾക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അയാൾ അവിടെ വന്ന് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തം. അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയിൽ ശബരിമലയിൽ നടന്ന ഇടപാടുകൾ അന്നത്തെ മന്ത്രിയുടെ അറിവോടെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾക്കായി ആദ്യം അപേക്ഷ നൽകിയത് സർക്കാരിനാണ്. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിലെത്തിയതെന്നും പത്മകുമാറിന്റെ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് മുൻമന്ത്രിയും കുടുങ്ങും, ഇടത് സർക്കാരും കുടുങ്ങും. ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പൊ മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരും ഗുരുതരമായ തെറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ച് തീരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 3 പേർ അരികൾക്കുള്ളിലാവും. ശരിക്ക് കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അയക്കാത്താവും. കാരണം അവരുടെ കൂടി അനുവാദത്തോടുകൂടി അറിവോടുകൂടിയാണ് ഒരു പ്രാവശ്യം കൊള്ള നടന്നതും രണ്ടാമത്തെ പ്രാവശ്യം കൊള്ള നടത്താൻ ശ്രമം നടത്തിയതും. അപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ എല്ലാം ഈ കപട അയ്യപ്പ ഭക്തി കാണിച്ച ഗവൺമെന്റിന് തുടരെയാണ്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ്? ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ്. അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത്. ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. വലിയ അപകടം പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള, പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യതയുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം 4 ദിവസങ്ങളിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഭയാനകമായ സ്ഥിതിയാണ്, ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്നാണ്. എന്തായാലും ഒന്നുറപ്പാണ്, പഴയതുപോലെ ക്യാപ്സ്യൂളുകൾ നിരത്തി തടി തപ്പാൻ CPM-ന് കഴിയില്ല. രക്ഷപ്പെടാൻ പിണറായി സർക്കാരിനും സാധ്യമല്ല. ഇടതുമുന്നണി ഭരിച്ചിട്ടും മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടും പോലീസ് വഴി ഇത്ര കനത്ത തിരിച്ചടി CPM അണികൾക്കോ നേതൃത്വത്തിനോ സ്വപ്നം കാണാൻ കഴിയുന്നതല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്ര വലിയ പണി CPM ഒരു കാലത്തും നേരിട്ടിട്ടില്ല. N. വാസുവിന്റെ അറസ്റ്റ് വരെ CPM വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അറസ്റ്റുകൾ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുമെന്നായിരുന്നു അന്നത്തെ വിശ്വാസം. എന്നാൽ ഹൈക്കോടതി ഇടപെടൽ കടുപ്പിച്ചതോടെ എല്ലാം കൈവിട്ട അവസ്ഥയായി. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയായി. വാസുവിന് പിന്നാലെ ഇപ്പോൾ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ AKG സെന്ററിന്റെ കഴുക്കോൽ ഒരു പോലീസ് സംഘം ഊരിയെടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, CPM-ന്റെ ഇരട്ടത്താപ്പ്. കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന CPM നേതാക്കൾ വാദമുന്നയിക്കുമ്പോൾ ആദ്യമുയരുന്ന ചോദ്യം ഇതാണ്:
സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ആഭ്യന്തരമന്ത്രി പിണറായിയുടെ മേൽനോട്ടത്തിലാണോ അന്വേഷണം നടത്തുന്നത്? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിനെ തിരഞ്ഞെടുത്തതും ആഭ്യന്തര വകുപ്പല്ല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കേണ്ടതും ഹൈക്കോടതിയിലാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാരിന് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തം. എന്നിട്ടും കുറ്റക്കാരെ കണ്ടുപിടിക്കുമെന്നും നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെത്തിക്കുമെന്നാണ് പിണറായി സർക്കാരിന്റെ അവകാശവാദം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിന് ഇടത് സർക്കാരിനോ ഇടപെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ള നടത്തിയ പത്മകുമാറും വാസുവും അടക്കമുള്ളവർ പിടിയിലാകില്ലായിരുന്നു. എന്നിട്ടും നിരന്തരം ക്യാപ്സ്യൂളുകൾ നിരത്തി പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി സർക്കാരും CPM നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഴുവൻ നേതൃത്വം നൽകി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം CPMന്റെ എല്ലാ സാധ്യതകളും അടച്ചുകളയുന്ന അവതാരമായി പത്മകുമാർ മാറുന്ന രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. CPMന്റെ വിദൂര ചിന്തകളിൽ പോലും ഇല്ലാത്തതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ദേവസ്വം പോലെ തന്ത്രപ്രധാന സ്ഥാനത്ത് ഇരുത്തുന്നവരിലെല്ലാം പാർട്ടിക്ക് കൃത്യമായ പിടിയുണ്ട് എന്നാണ് പൊതുധാരണ. മുഖ്യമന്ത്രിയുടെ തന്നെ പിന്തുണയോടെ വന്ന 2 പേരുടെ കാര്യത്തിൽ പാർട്ടിയുടെ എല്ലാ സംഘടനാ സംവിധാനവും പാളി. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുന്നവർ എന്ന് ചാർത്തിക്കിട്ടിയ വിളി ഇനി ഒരിക്കലും മാറില്ല. അയ്യപ്പനോട് കളിച്ചാൽ അനുഭവിക്കുമെന്ന ഭക്തരുടെ ശാപം CPMനുമേൽ പിണറായി സർക്കാരിനുമേൽ ഒരു വാൾ പോലെ തൂങ്ങിയാടും. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച എന്ന ഭഗവത്ഗീത ശ്ലോകം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ ഉദ്ധരിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇനി ഈ ശ്ലോകത്തിന്റെ അർത്ഥം പിടികിട്ടാതെ പരിഭ്രമിച്ചവർക്ക് നല്ല പച്ച മലയാളത്തിൽ മുഖ്യമന്ത്രി തന്നെ സംഗതി വിശദീകരിച്ചും കൊടുത്തു. ഒന്നിനെയും ദേഷിക്കാത്തവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനുമാകണം യഥാർത്ഥ ഭക്തൻ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. തന്റെ ആദ്യ സർക്കാരിന്റെ കാലത്തെ ശബരിമല യുവതീ പ്രവേശനവും ആചാരലംഘനവും തന്റെ 10 വർഷത്തെ ഭരണകാലത്ത് അയ്യപ്പന്റെ സ്വർണം തന്റെ ശിങ്കിടികൾ മോഷ്ടിച്ചതുമൊക്കെ ക്ഷമിച്ചും സഹിച്ചും യഥാർത്ഥ ഭക്തനായി മാറാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നൽകിയത്. ഇതൊന്നുമല്ല, പിണറായിയുടെ പ്രവചനാത്മകമായിട്ടുള്ള ശ്ലോകങ്ങൾ മറ്റനവധിയുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്നാണ് കണ്ണൂരിൽ CPM സമ്മേളനത്തിൽ PP ദിവ്യയുടെ കാര്യത്തിൽ പിണറായി പറഞ്ഞത്. തുടർ ഭരണത്തിന് വോട്ട് ചെയ്ത ജനത്തിന് തൊട്ട് ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ അടിച്ചുമാറ്റാൻ കൂട്ടുനിന്ന N വാസുവിനും A പത്മകുമാറിനും വരെ ഇത് തങ്ങളെ ഉദ്ദേശിച്ചല്ലേ എന്ന് തോന്നിപ്പോകുന്ന പ്രവചന സ്വഭാവമുള്ള നല്ല വാക്കുകൾ. പാപികൾക്കൊപ്പം ചേർന്നിടിൽ ശിവനും പാപിയായിടും എന്നും പിന്നീടൊരിക്കൽ പിണറായി പറഞ്ഞിട്ടുണ്ട്. സന്ദർഭം മറ്റൊന്നായിരുന്നുവെങ്കിലും സംഗതി ശബരിമല കേസിൽ കീറുകൃത്യം. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ആ പാപി, ബാക്കിയെല്ലാം ശിവന്മാരും. പിന്നീട് ശിവന്മാരുടെ പക്ഷത്തു നിന്നും പാപിക്കൊപ്പം ചേരാൻ വലിയ ഘോഷയാത്രയായിരുന്നു. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ പത്മകുമാറിൽ എത്തി നിൽക്കുന്നു. ആ പത്മകുമാറിനെയാകട്ടെ വല്ലാതെ ചേർത്തു പിടിക്കുകയാണ്. ഇനി ആ ഘോഷയാത്രയിൽ തലതൊട്ടപ്പനായി പിണറായി വിജയൻ എത്തുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ജയ് ഹിന്ദ്.